നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിലെ 6ഓളം എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ട് ദിവസങ്ങളായി. ഇപ്പോഴും ആ വാർത്തകൾ ചൂടുപിടിച്ച് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിൽ ചെറിയ പൊട്ടിത്തെറിയൊന്നുമല്ല ആ വാർത്ത ഉണ്ടാക്കിയത്. എംപിമാരെല്ലാവരും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അടൂർ പ്രകാശായാലും ബെന്നി ബെഹനാനായാലും രാജ്മോഹൻ ഉണ്ണിത്താനായാലും MK രാഘവനായാലും അവരെല്ലാം മത്സരിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇവരെല്ലാം മത്സരിച്ചാൽ പെട്ടുപോകുന്ന ഒരാൾ സാക്ഷാൽ VD സതീശനാണ്. കാരണം ഈ എംപിമാരൊക്കെ സതീശനേക്കാൾ വളരെ സീനിയറാണ്. കെ സുധാകരൻ കണ്ണൂരിൽ നിന്നുകൂടെ മത്സരിച്ച് നിയമസഭയിലെത്തിയാൽ പിന്നെ കളി മാറുമെന്ന് VD സതീശന് നന്നായി അറിയാം. അതുകൊണ്ട് എംപിമാർ മത്സരിക്കുന്നതിനെ അതിശക്തമായി എതിർക്കുകയാണ് VD സതീശൻ. ശക്തമായി എതിർക്കുക എന്ന് പറഞ്ഞാൽ എംപിമാർ മത്സരിച്ചാൽ ഞാൻ മത്സരിക്കാനില്ല എന്ന് വരെ ആ രീതിയിലുള്ള സംസാരം വരെ VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സതീശൻ ഭീഷണിപ്പെടുത്തിയത്രേ, എംപിമാരെല്ലാം കൊണ്ട് മത്സരിച്ചോട്ടെ, ഇലക്ഷൻ്റെ വിജയവും പ്രചരണവും എല്ലാം അവർ നടത്തിക്കോട്ടെ, ഞാൻ മാറി നിന്നോളാം എന്നുള്ളൊരു ഭീഷണി പോലും VD സതീശൻ ഇക്കാര്യത്തിൽ മുഴക്കി എന്നാണ് നമുക്ക് കോൺഗ്രസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ എംപിമാർ ഇപ്പോൾ മത്സരിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ സീനിയർ നേതാക്കളെല്ലാം KC വേണുഗോപാൽ അടക്കമുള്ളവർ എംപിമാർ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് പോവുകയാണ്. കാരണം സീനിയർ നേതാക്കളെ നിയമസഭയിൽ കൊണ്ടുവരണമെന്നുള്ളൊരു ആഗ്രഹം കോൺഗ്രസ് ഹൈക്കമാൻഡിനുമുണ്ട്. കാരണം നല്ല മന്ത്രിമാർ അടുത്ത തവണ UDFന് ഭരണം കിട്ടുകയാണെങ്കിൽ മികച്ച നല്ല മന്ത്രിമാർ വേണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് അവർ മത്സരിക്കട്ടെ എന്നുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് ഏറെക്കുറെ അംഗീകരിച്ചത്. എന്നാൽ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. അവസാന തീരുമാനം ജനുവരി മാസത്തോടെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഹൈക്കമാൻഡിനകത്ത് രണ്ട് മനസ്സാണ്. കാരണം ഈ എംപിമാർ മത്സരിച്ചാൽ പിന്നീട് ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരും. അവിടെ ആരെ നിർത്തി മത്സരിപ്പിച്ചാൽ തന്നെ ആ സീറ്റുകൾ പിടിക്കാൻ പറ്റുമോ, ഇത്തരമുള്ളൊരു ഭയവും ആശങ്കയും എല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് അടുത്ത തവണ കേരളത്തിൽ ഭരണം പിടിക്കുക എന്നുള്ളത്. കേരളത്തിൽ UDF അധികാരത്തിൽ വരിക എന്നുള്ളത് അടുത്ത തവണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 3-4 സീറ്റ് കോൺഗ്രസിന് ലോക്സഭയിൽ കുറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ കുറയുന്നതല്ല വിഷയം, മറിച്ച് കേരളത്തിൽ ഭരണം പിടിക്കുന്നതാണ് വിഷയം എന്നുള്ള നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചേരുമ്പോൾ അതിനെതിരെ കടുത്ത എതിർപ്പുമായി നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എംപിമാർ മത്സരിക്കണമെങ്കിൽ മത്സരിച്ചോട്ടെ, ഇനി ഞാനില്ല ഈ പരിപാടിക്കെന്നുള്ള ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണിയാണത്രേ VD സതീശൻ മുന്നോട്ട് വച്ചത്. കാരണം എംപിമാർ മത്സരിച്ചാൽ അവരെക്കൊണ്ട് ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ഏറ്റെടുക്കണം. അത് എൻ്റെ ജോലിയല്ല. അവർ പരാജയപ്പെട്ടാലും അത് എൻ്റെ തലയിൽ വെച്ച് കെട്ടരുത് എന്നുള്ള ഒരു മറുപടിയാണത്രേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള ഹൈക്കമാൻഡിൻ്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും എംപിമാരെ മത്സരിപ്പിക്കാൻ താൻ ഒരിക്കലും അംഗീകരിക്കില്ല, അല്ലെങ്കിൽ എംപിമാർ ഒരിക്കലും മത്സരിക്കരുത് എന്ന കടുത്ത വാശിയുമായി മുന്നോട്ട് പോവുകയാണ് VD സതീശൻ. കാരണം ഇവർ ജയിച്ചു വന്നാൽ VDയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അത് വലിയ ഭീഷണി ഉയർത്തുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. മാത്രമല്ല തന്നെ എതിർക്കുന്നവരാണ് എംപിമാർ എന്നുള്ളത് കൊണ്ട് നിയമസഭാ കക്ഷിയിൽ തന്നെ എതിർക്കുന്നവർക്ക് ഭൂരിപക്ഷം ഉണ്ടായാൽ അതും വലിയ തിരിച്ചടിയാകുമെന്ന് VD സതീശൻ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും എംപിമാരെ മത്സരിപ്പിക്കാൻ താൻ അനുവദിക്കില്ലെന്നും, അഥവാ ഇനി മത്സരിക്കുകയാണെങ്കിൽ അവർ മത്സരിക്കട്ടെ, ഇനി ഞാൻ മാറി നിന്നോളാം എന്നുള്ള നിലപാടിലേക്ക് VD സതീശൻ പോവുകയാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.